മേഘത്തിന്റെ ഇടക്ക് നിൽക്കുമ്പോഴുള്ള ഒരു ഫീല്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്ന മുതുകോര മലയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. കോട്ടയം ജില്ലത്തിന് നമ്മള് സാധാരണ ഇൻട്രോ നമ്മൾ സാധാരണ ഓഫ് റോഡിന് പറ്റിയ ഒരുപാട് ഓഫ് റോഡ് ഒന്നും ഇല്ല, ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ്. ഉറുമ്പിക്കരൊക്കെ പോലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. ഞങ്ങൾ ഇപ്പൊ ചുറ്റും നിങ്ങൾ കാണല്ലേ, ഞാൻ താഴത്തുനിന്ന് ഇൻട്രോ എടുക്കാന്ന് ഓർത്ത്, പക്ഷെ മോളിൽ നിന്ന് എടുക്കാന്ന് ഉമാര് പറഞ്ഞു. കാരണം വെച്ചാൽ അത്രയും സെറ്റപ്പാണ്. കണ്ടോ, നിങ്ങളൊക്കെ കണ്ടോ, സ്ഥലമൊക്കെ കണ്ടോ, ചുറ്റും കണ്ടോ, അടിപൊളിയാണ്. വീഡിയോസിൽ കണ്ടിന്യൂറ്റി മൊത്തം ഉണ്ട്. ഞങ്ങൾ കയറി വന്ന് പകുതിയായിപ്പാണ് ഇൻട്രോ എടുത്തേക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാമെന്ന് വെച്ചാൽ മുതുകോര മലയാണ്. അധികം ഫേമസ് അല്ല കോട്ടയത്ത്. അപ്പോൾ നമ്മുടെ ഒരു വേറെ കൂട്ടുകാരെ ഇവിടെ വന്ന് വേറൊരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അവിടെ സ്ഥലത്തെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാരും ഇതുപോലെ വന്ന് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെളുപ്പിന് രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു സമയം 10 മണിയായി. ഞങ്ങൾ 8 മണിയായപ്പോൾ മലയായിരുന്നു. ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങി വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ ഈ ഡെസ്റ്റിനേഷന് തൊട്ടിപ്പുറത്തി. ലൊക്കേഷൻ നോക്കി വരരുത് നമ്മളല്ലേ, മാപ്പ് നോക്കി വരരുത്, കാരണം മാപ്പ് വഴി എത്തിക്കും. അപ്പോൾ ഏറെ കുറെ അതിന്റെ 2 കിലോമീറ്റർ ഇപ്രാവശ്യം നിങ്ങൾ വഴി ചോദിക്കാം. കാലത്ത് ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷന് കാലത്ത് കയറിയാലും മതി, രാത്രി കയറണം ഒരു നിർബന്ധമില്ല. കാലത്ത് ഒരു 8 മണിയാകുമ്പോൾ കയറിയത്, കാരണം വഴിയൊക്കെ ഭയങ്കര അപകടം വെച്ച് വഴിയാണ്. പിന്നെ പാമ്പും അതൊക്കെ ഉണ്ടാവും. ഭയങ്കര താഴത്തുനിന്ന് കയറുമ്പോൾ ഇത്തിരി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴത്തുനിന്ന് കയറുമ്പോൾ ഇത്തിരി ശോകമായ ഒരു അന്തരീക്ഷമുള്ള ഒരു റോഡാണ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് ഗായ്സ്. നിങ്ങൾ ഇവിടെ വരണം ഗായ്സ്, എന്തായാലും വരണം. വരാത്തവര് മുതുകോരമല ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് ഇത്രയും അവന്റെ വീഡിയോ കണ്ടപ്പോ ഇത്രയും സെറ്റപ്പ് നോക്കില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തോരം നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രക്ക് അടിപൊളി സ്ഥലമാണ്. ബാക്കി നമുക്ക് ഞാൻ അധികം പറഞ്ഞ് വളച്ചോടിച്ച് അലമ്പാക്കണില്ല. മൊത്തത്തിൽ ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് കാണിക്കാണ്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോര് ഗൈസ്. നമുക്ക് പോകാനുള്ള ജീപ്പ് അതാ കയറി വന്നിട്ടാ. പുള്ളി ആൻഡോന്ന് പറഞ്ഞ ചേർന്നിട്ട് നമുക്ക് പോകാനുള്ള ജീപ്പ് കുറച്ച് ദൂരം പോകാനുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നടന്ന് കുറച്ച് നടന്നോണ്ടിരിക്കാട്ടോ. ഇനി നടക്കാണ്ടല്ലോ, ഒരുപാട് നടക്കാണ്ടെന്ന് പറഞ്ഞല്ലേ. അതന്നെ 700 മീറ്റർ. കാരണം ഇവിടം വരെ നമ്മൾ ജീപ്പിൽ പോയിട്ട് വന്നിട്ട് നമ്മളിത് മല കയറി ഇപ്പൊ ഇത് കുറെ നടക്കാണ്ട്. കൊട കുത്തി കത്തനാറിനെ പോലെ കേട്ടോ. പിന്നെ ഇത് കത്തനാറിനെ പോലെ സൈഡിൽ നോക്കിയത് ചുറ്റും കോട കേട്ടോ. നല്ല ഫ്രഷ് എയറും ചുറ്റും കോട കേട്ടോ ഗൈസ്. കേട്ടോ ചുറ്റും നോക്കി നല്ല രസമാണ് ഗൈസ്. നമ്മുടെ ആൻഡോ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 700 മീറ്ററോളം നടന്നു പോയി കഴിയുമ്പോൾ ഒരു മലയാണ് അല്ലേ. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പിൽ വഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ പോയി അവിടെ ബൈക്കൊക്കെ ഇരിപ്പുണ്ട്, താഴത്ത് കുറേ ബൈക്കൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കാടല്ലേ ചുറ്റും, ഫുള്ള് കാടാ, ഫോറസ്റ്റ് മൊത്തം കാടാന്ന്. ഹാരിസും നല്ല കുറുനരി മോഷ്ടിക്കരുത്, കുറുക്കുണ്ടാവൂലേ. ആളുകൾ കയറാത്ത നല്ല അടിപൊളി സ്ഥലമാട്ടോ. എന്ന് വെച്ചാൽ ഈ അല്ലേ ഒരുപാട് പേര് വന്നു പോകാത്തതുകൊണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഇതില്ലാത്തതുകൊണ്ട് എന്റെ വൃത്തിയായിട്ട് എടുക്കണുണ്ട്. ഇതിപ്പോ ഒരു 700 മീറ്ററോളം നടന്ന് മുകളിൽ ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു മല, അത് കഴിഞ്ഞ് വീട്. മൊത്തം 4 മല 3 മലയാ, മൊത്തം 4 മലയുണ്ട്. 4ാമത്തെ മലയുടെ മുകളിൽ ഒരു അരുവി ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. എന്തായാലും ഒരു ചെറിയ ബംഗ്ലാവ് ഉണ്ട്. ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട്, വാഗമൺ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു അഡ്വഞ്ചർ നടന്ന് മൊത്തം നടന്നു തരണേ. ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 12 മണിക്ക് ഇറങ്ങി. നൈറ്റ് ഒരു വെളുപ്പിന് 4 മണിയപ്പോൾ എത്തിയിട്ട് ഒരു സമയം കാറിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ആൻഡോ ചേട്ടനെ വിളിച്ച് ആൻഡോ ചേട്ടൻ വന്ന് ആ വണ്ടിക്കാണ് നമ്മൾ വന്നത്. ഇതെന്നെ സാധനം സിനിമയിലൊക്കെ കണ്ടുള്ള സാധനം കേട്ടോ ഗൈസ്. ഇത് എന്ത് സാധനം എന്ന് അറിയാൻ പാടില്ല. എന്തോ ചെടിയും മറ്റേ നല്ല ദിവസം കാണാൻ
കോട ഞങ്ങളുടെ ചുറ്റും കോടയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുന്ന അറിയാൻ പാടില്ല, കാരണം തൊട്ടടുത്ത് കോട ഉള്ളപ്പോൾ അത് കിട്ടത്തില്ല എത്ര വീഡിയോ എടുത്താലും. അപ്പോൾ മാക്സിമം ഇത്ര നടന്നാലും വയ്യണ്ടല്ലേ. കാഴ്ച അടിപൊളി വ്യൂ ആട്ടോ. ആ സൈഡ് അവിടെ ഒക്കെ കണ്ടോ, അടിപൊളി ആട്ടോ. മേഘങ്ങൾ നിൽക്കുമ്പോലെ അല്ലേ, ആകാശത്തിൽ തൊട്ട് വേണ്ടി നിൽക്കണോ. കാഴ്ച നിങ്ങൾ വരുവാണെങ്കിൽ ജീപ്പ് കയറി വരുന്നതായിരിക്കും നല്ലത്. കാരണം നടന്നു വരാൻ നിന്നേനാ നടന്ന് ഊപ്പാടുള്ളൂടാ. കാരണം കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. പിന്നെ ഓഫ് റോഡ് വരാന്ന് വെച്ചാൽ ഒരു വിധപ്പെട്ട ഓഫ് റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ചൂടുകൊണ്ട് ചെരുപ്പ് പോയി കയറി വന്നെ കണ്ട. അവരെ പുറകിലൊക്കെ ഉണ്ട്, ചുറ്റും കോടയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുറ്റും കോടയാണ്. അപ്പം നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ കട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതിന് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഇതുവരെയുള്ള അഭിപ്രായം എങ്ങനെയാണ്? കാൽച്ചായ്ക്ക് തന്നെ പറഞ്ഞോ, തളരില്ലല്ലോ എന്നല്ലേ, വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ട് ആലുവക്കാരൻ വിപിൻ മല കയറുന്നു. യേശു പുറകുന്നു. എന്തേലും പറ, ഞാൻ എവിടെയെങ്കിലും പറയാ. ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. എടങ്ങേറായി പോയി. ഒരു 500 മീറ്റർ കയറ്റം കയറുള്ളൂ. കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടില്ല. രണ്ടാമാര് ഇപ്പോഴും താഴത്തിന് ഇവിടുന്ന് ഒരു കാട്ടട കയറി നോക്കി അവിടുന്ന്. പാങ്ങളുടെ നീമ്പോളി കയറി വന്നുണ്ടോ പുറകേര്. ഗായ്സ്, ദില്ലത്തിന്റെ വാക്കിൽ നിന്ന് അശ്ലീല വാക്കുകൾ വന്നു തുടങ്ങി. ഞങ്ങള് ഇവണ്ടോ നല്ല വ്യൂ ആയി തുടങ്ങണ്ട്. ആക്സിലേറ്റർ വെച്ചിട്ടുണ്ടോ? നടക്കാൻ പറ്റില്ല. നല്ല നല്ല സ്ഥലം അടിപൊളിയാ. കഷ്ടപ്പെടുന്നവനെ കാണാൻ പറ്റുന്ന പറയുമ്പോലെ അല്ലേ. ഇടിവാ പറ്റൂലാണ്ടായിട്ടോ ഗൈസ്. എട്ടെന്ന് പറയണ നല്ല പാടാ. പക്ഷെ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നൊരു ഇതാണ്. മൊത്തം കുറുക്കന്മാരാട്ടോ. എവിടെ ഉണ്ടെന്ന് ചെറിയ കൂ കേക്കുണ്ട്. ഗൈസ്, ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. കണ്ടത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഇരിക്കാൻ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ആദ്യം ഹെൽമെറ്റെന്ന് അറിയാൻ പാടില്ല, ആദ്യം ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. ആരാണ്ട് വയ്യാണ്ടായിട്ട് വച്ചിട്ട് തോന്നുന്നു. ചെറിയ മഴയുണ്ട്, നല്ല മഴയുണ്ട് തോന്നുന്നു. കാരണം കാടിനകത്തായിട്ട് മഴ അടിക്കല. ചുറ്റും കോട കോട. അതെ അപ്പുറം ഉണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഇരിക്കാൻ അപ്പുറം കുറച്ച്. രണ്ടാമത്തെ മല കയറുമ്പോ അവിടെയാണ് ശരിക്കും കാണാനുള്ളത്. അത് തന്നെ രണ്ടാമത്തെ മലയിലാണ് കാണാനുള്ളത്. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. എന്താ പറഞ്ഞേ? ആ പുള്ളി പറഞ്ഞു. ഞാൻ ഓർത്ത് ഇവനെ എല്ലാം അറിയാന്ന്. സാറെ കാര്യം കേട്ടോ, നീ ആശാവർക്കറല്ലേ? അല്ല, അതന്നെ ആശാവർക്കറല്ല. എന്നാലും സർക്കാർ ഉദ്യോഗസ്ഥൻ, പിന്നെ ബജാജിന്റെ മെയിൻ ആള്, പിന്നെ ഐഡിയുടെ മെയിൻ ആള്, ഞാൻ പിന്നെ പണിയൊന്നുമില്ലാത്ത ഒരുത്തൻ. അങ്ങനെ മൊത്തത്തിലാണ്. എങ്ങനെയുണ്ടാ പിന്നെ മാറി മിക്കാറൊരു ബ്ലൂപ്പർ കിട്ടുന്നു. യശോദേ
ആരും ഞാൻ അവിടെ എടുത്തു കൊടുത്ത് നല്ല ഹെൽമെറ്റ്. അപ്പൊ ഏതാ വാങ്ങും? എങ്ങനെയുണ്ടാ ഇതുവരെയുള്ള നിന്റെ അഭിപ്രായം? അടിപൊളി അടിപൊളി. ജീവിതത്തിൽ ഞാൻ അവിടെ ഇരുന്നോളാം അല്ലേ? പോയിട്ടാ നല്ല കാറ്റാട്ടോ ഗൈസ്. ഇപ്പൊ നല്ല കാറ്റുണ്ടടാ, കാറ്റുണ്ടല്ലേ? ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ കോട വന്ന ചിലപ്പോ കിട്ടൂലടാ. ഇത് നമ്മുടെ അടുത്ത് കൂടെയില്ല. മോളിലേക്ക് ചെന്ന് കഴിയുമ്പോ ഏറെക്കുറെ ഉണ്ട്, പക്ഷെ മോളിലേക്ക് ചെന്ന് കഴിയുമ്പോ നല്ല കോടയായിരിക്കും. അതെ, അവൻ പടയപ്പേ ഷട്ടൂരണ്ടാ. ഇതൊക്കെ വരൂ കേട്ടോ. പറ്റില്ല. ഓഫായാ? ഇതൊന്നും വരത്തില്ലല്ലോ. ചിലര് ഇവിടെ നമ്മുടെ മലയാളീസിന്റെ മെയിൻ കുഴപ്പം പറഞ്ഞാൽ എവിടെ പോയാലും ആ സ്ഥലം അലമ്പാക്കണം അല്ലേ? ഇവിടെ ഇത് കണ്ടത് ലൈസിന്റെ കവറും കുപ്പിയും കിട്ടണ. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളായിട്ടില്ലാണ്ടാക്കരുത് എന്ന് വെച്ചാൽ വരും തലമുറക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരിക്കലും വരാൻ പറ്റണ്ടേ? ഇതിപ്പോ ചിലപ്പോ ഇതിലും ഭംഗിയുള്ള സ്ഥലം അറിഞ്ഞായിരിക്കും ചിലപ്പോ ഇതല്ലേ. അപ്പോ ഭംഗികൾ കുറയുന്നത് നമ്മള് മനുഷ്യന്മാരുടെ ഇടപെടലൂടെ തന്നെയാണ് അല്ലേ? അങ്ങനെയും പറയും. അപ്പൊ നമ്മള് എവിടെ പോവാണെങ്കിലും മാക്സിമം നമ്മള് ഇവനെ മാക്സിമം നമ്മള് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് തിരിച്ചു കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടണോടത്തോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഇടും. പല പുഴയിലിടരുത്. പോയിട്ട് ഇവിടെ നല്ല പരിപാടി കാണിച്ചിട്ട് അവിടെ കൊണ്ടുപോയിടരുത്. കാരണം ഇവിടെ ഇടുമ്പോ ഇവിടെ എന്തെങ്കിലും ജീവികൾ ഉണ്ടോന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ അതൊരു ഇതാണ്. പിന്നെ അത് തന്നെ പരിസ്ഥിതി മലിനീകരണം. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു പ്രകൃതി നമ്മള് കൂടുതൽ നശിപ്പിക്കുന്നത് പയ്യന്മാര് തന്നെയാ. അതെ, വെള്ളം അടിച്ചു. ഈ കുപ്പിച്ചില്ലൊക്കെ അടിപൊളിയിട്ട് മോളിലൊക്കെ നല്ല വ്യൂ കിട്ടി. കഥ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി. കണ്ടോ, അടിപൊളിയാട്ടോ. മോള് മൊത്തം കോടയാട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. കോടാന്ന് പറഞ്ഞാൽ തീറ് കോട അല്ലേ? വയറിളകി കിടപ്പുണ്ട്. നടക്കല്ലേ ഇരിക്കല്ലേ. മൊത്തം കോട കാറ്റില്ല. പക്ഷെ ഏറൊക്കെ മോളിലേക്ക് ചെല്ലുന്തോറും ആനന്ദനെ പറഞ്ഞ മോളിലേക്ക് ചെല്ലുന്തോറും നിറച്ച് കോടയായിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഉയരം കൂടുന്നവർക്ക് ഭംഗി കൂടും. ഒരു കട്ടൻ ചായ അടിപൊളിയായിരിക്കും. ഇപ്പൊ നല്ല കട്ടൻ ചായ. ഗൈസ് നമ്മള് ആയിത്തമല എത്തിക്കേട്ടത്. ആയിത്തമല കീഴടക്കി വിപിൻ കയറി അപ്പഴൊക്കെ നിറച്ച് കൂടാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീല്. വന്ന വഴി കാണാൻ പറ്റൂല. അമ്മാര് ഞങ്ങളെ കാണാൻ പറ്റണ്ടോന്നും അറിയാൻ പാടില്ല. കാരണം അമ്മാര് ഞങ്ങക്ക് തമ്മി ഒരു ചെറിയ മംഗളത്ത് പുക പോകുമ്പോലെ കേട്ടോ, മേഘത്തിന്റെ ഇടക്ക് നിൽക്കുമ്പോലുള്ള ഒരു ഫീല് അല്ലേ? നമ്മള് ഇന്നലെ പുലിയാലിപ്പാറ പോയതിനേക്കാളും പൊളി അല്ലേ? അടിപൊളി. കാരണം നമ്മുടെ ചുറ്റോടും മഞ്ഞതേ ഫോട്ടോ എടുക്കണ്ട, മിസ് ചെയ്യരുത്. അത് തന്നെ. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോടാ? കാരണം ഇത്രയും കേറി വന്നപ്പോ ഞങ്ങൾ ഓർത്തു ഒയ്യോണ്ടായി തിരിച്ചിറങ്ങിയാന്ന് മനസ്സിൽ വിചാരിച്ചു അല്ലേ? പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോ ആ കിട്ടിയ ഒരു ഇത് അല്ലേ, ആ ഫീലൊന്ന് വേറെ. ഇനി 2-3 മല കയറാണ്ട്. ഇപ്പൊ ഫസ്റ്റ് മല കയറി ഇത്രയും അത് തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടോ? ആ പുള്ളി ഒരു 700 മീറ്ററോളം നടന്നൊരു 700 മീറ്ററോളം നടന്നൊരു ഇത് വെച്ചിട്ടാണ് പറയണത് അല്ലേ? 700 മീറ്റർ സംഭവം. സ്ഥലം കുഴപ്പമില്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാരും വരണം, വന്ന് ഇതാക്കണം. ബാക്കി കാഴ്ചകൾ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ കാണാം. പക്ഷെ നമുക്ക് പയ്യെ അടുത്ത യാത്രയിലേക്ക് പയ്യെ നീങ്ങി തുടങ്ങിയാലോ, പയ്യെ അല്ലേ? പയ്യെ പോയാലോ? ഞങ്ങള് കാലത്ത് നമ്മള് കാലത്ത് 8 മണിക്കാണ് തുടങ്ങിയ യാത്ര.
6 മണി 6 മണി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷെ 6 മണിയല്ല, ചായ കുടിച്ചൊരു 7 മണി 7:30 എപ്പോഴാണ് ഞങ്ങൾ മല വരെ തുടങ്ങിയത്. ഇപ്പോ സമയം പറയുകയാണെങ്കിൽ 8:49 ആയി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മല ഒരു മല കയറി. ഫുഡ് എടുത്തിട്ടുണ്ട്. ഫുഡ് എടുത്തില്ലെങ്കിൽ പണി താഴ്ന്ന് ഫുഡ് മേടിച്ചു. ഇന്നലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഫുഡും വെള്ളം. പിന്നെ വെള്ളം ഇവിടെ മുകളിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുകളിലത്തേക്കാളും മയ്യത്തായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല കയറ്റാണ്, കുത്തനുള്ള. നിങ്ങൾ വിചാരിക്കുമ്പോൾ കയറ്റല്ല, കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വരുമ്പോൾ വെള്ളം എടുക്കുക, ഫുഡ് കരുതുക, അല്ലെങ്കിൽ വയറടിച്ച് ഫുഡ് കഴിച്ചിട്ട് കയറാം. നിങ്ങൾ കണ്ട ചുറ്റും കോടയായിട്ട് ഒരു രക്ഷയിലാണ്. ഞങ്ങക്ക് എന്താ പറയുന്നതെന്ന് അറിയാൻ പാടില്ല, പറയാൻ വാക്കുകളില്ല. കാരണം കൂടി വരുവാ, കോട കൂടി ഇനി മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. എത്ര കോട ഉണ്ടെങ്കിലും ഞങ്ങൾ മുകളിലെത്തും കേട്ടോ, അത് ഉറപ്പാണ്. എത്ര കോട ഉണ്ടെങ്കിലും ഞങ്ങൾ മുകളിലെത്തും. ഇത് കണ്ടോ, ജോജി ഗ്രൈൻ്റെ അപ്പുറേക്ക് നിറച്ച് കോട. ഞങ്ങൾ വന്ന വഴി ഉണ്ടോ, വന്ന വഴി ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാൻ നേരത്തെ എന്താണെന്ന് അറിയാൻ പാടില്ല. വന്ന വഴിയൊക്കെ കോടയായി. ഞങ്ങൾ 4 പേര് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അത് ക്യാമറ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നുള്ളൂ. ഇത് കണ്ടോ, വിപിൻ ഞാൻ അറിയാവുന്ന എന്റെ ഫോട്ടോ എടുക്കാന്നാണ് പുള്ളി വിചാരം. നായാലും വലിയ പേരാണ്, നായിന്റെ പട്ടി മക്കാണി. അത് വഴി അറിയാൻ വേണ്ടിട്ട് ഈ കോടയിലൊക്കെ വരുമ്പോ അത് പിടിച്ചു വരാൻ വേണ്ടിട്ടാ. പിന്നെ പാമ്പ കൊണ്ടുള്ള സ്ഥലം തോന്നുന്നില്ലേ? ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ചുമ്മാ പറഞ്ഞ അലമ്പാക്കള, നമുക്ക് വീണ്ടും മുകളിലേക്ക് തന്നെ കയറാം. ഇനിയും കാണാനുണ്ടല്ലോ. മൊത്തം കോടയാണ്. നല്ല മഴ പൊടിഞ്ഞു തുടങ്ങി അല്ലേ? മഴ പൊടിഞ്ഞില്ല, മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മിക്കവാറും എവിടെയെങ്കിലും ചുരുണ്ടൂടി ഇരിക്കേണ്ടി വരും. നല്ല സ്ഥലം, ഇരിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ മലയുടെ മുകളിലെത്തിപ്പോയി. അപ്പോൾ വഴി കറക്റ്റായിട്ട് അറിയാൻ പാടില്ലല്ലേ? പോണ വഴി ശരിയാണെന്ന് പോലും. എങ്ങടെ പോണെന്ന് അറിയണം, കാരണം അവിടെയൊക്കെ മൊത്തം മഞ്ഞ്, ചുറ്റും മഞ്ഞ്. ഞങ്ങൾ തിരിച്ചിറങ്ങുമോ? എന്തായാലും 4 മഴയും കീഴടക്കും. മുതുകോരന്മാരുടെ മുതുകി കയറിയെന്ന് ഞങ്ങൾ ഡിസ്കോ ഡാൻസ് കളിക്കും അല്ലേ? ഗൈസ് നല്ല മഴ പെയ്തു, ക്യാമറ തന്നെയും. അതുകൊണ്ട് ഇനി വീഡിയോ മഴ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. നല്ല മഴ പെയ്തിട്ടോ. മഴ തണുപ്പ് ഫീൽ ചെയ്യണല്ലേ? കോട അത്ര തണുപ്പ് ഫീൽ ചെയ്യാലോ ഗൈസ്. നല്ല രസമാണ്. ഞങ്ങൾ കയറി വരുന്തോറും ദില്ലിത് ചാവാറായിട്ടോ. കയറി വരുന്തോറും ഭംഗി കൂടി വരും. എടാ വാടാ, എടാ വടക്ക് നോക്കിയത് ഇങ്ങോട്ട് വാടാ. ദില്ലിത് പവറായി. കോട പയ്യെ പോയി തുടങ്ങി, നല്ല വ്യൂ ആയി തുടങ്ങി കേട്ടോ അവിടെ. ഇല്ലടാ, അപ്പുറം ആ സൈഡിലെ പൊങ്ങത് മൊത്തം കോട കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. ആ പറക്കണ കാണാൻ നല്ല രസമുണ്ട്. ഈ സൈഡൊക്കെ കണ്ടോ, അവിടെ റോഡല്ല മലയാ തോന്നല്ലേ? ഇനി ആ മലയാണ് നമ്മൾ കയറണ്ടേ ഗൈസ്. ഇപ്പൊ നിങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. അങ്ങ് അറ്റത്താ അവിടെ പുകക്കലുണ്ടോ, ആ അറ്റത്താ കോട ഉള്ളിടത്തു നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. ദീപുണ്ടോ, ഇപ്പൊ കയറി ഇനിയും കയറാനുണ്ട് കേട്ടോ. എങ്ങനെയെന്ന് അറിയാൻ പാടില്ല, ആകാശം മുട്ടൊന്നും അറിയാൻ പാടില്ല, ഒരുപാട് കയറാനുണ്ട്. ഇതുണ്ട് ആ സൈഡിൽ കോട പോയില്ലേ, കോട പിന്നെ വന്നിട്ടില്ലേ? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പവറുള്ളോണ്ടിക്ക് പവർ ഉണ്ടാവും. കണ്ട അവിടെ കോട നല്ല രീതിയിൽ പൊങ്ങുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട അടിപൊളി, മോളിൽ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? വന്നത് വെറുതെ അല്ലേ? ഒട്ടും വെറുതെ ആയിട്ടില്ല. ഇത്ര നടന്നെങ്കിലും ഞങ്ങളടുത്ത് വയ്യാണ്ടായി പോയി നടന്നു. കോടമാത്രമുള്ളൂ, പക്ഷെ താഴെ നല്ല വ്യൂ ആണ്. നമ്മളിതൊക്കെ കാണാണ്ട് മരിച്ചു വെക്കുന്നല്ലേ? ഇതൊക്കെ കാണാൻ പറ്റുന്നത്ര നമുക്ക് കണ്ടിട്ട് വേണം പോവാ. അത് തന്നെ. നേരത്തെ നമ്മളൊന്നും പഠിച്ചോ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നതും പഠിച്ചോ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നതും. പുള്ളിക്ക് ഇഷ്ടമുള്ള വാരികുരി തരാനാ, പുള്ളി പിശിക്കനല്ല. പുള്ളി വാരികുരി തരാൻ പുള്ളി പറഞ്ഞതല്ല, അതാ പുള്ളി പറഞ്ഞേ. പുള്ളിയോട് തേടാൻ പുള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ പുള്ളി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പോലുള്ളവർക്ക് കാണാൻ വേണ്ടിയാ. പക്ഷെ നമ്മളത് നശിപ്പിക്കരുത്. അപ്പൊ നമ്മളിവിടെ വന്നേക്കാനുള്ള മാസ്കുകൾ കുറെ കണ്ടു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാ. കായ് ചോട്ട് വീണു കായ്സ്.
ഒന്നുമില്ല നിനക്കൊന്നുമില്ല വിപിനെ കാറ്റുകൊണ്ടോ. എടാ അവിടെ മൊത്തം കോടേടാ ഗൈസ് പറഞ്ഞു തരുകൊണ്ട് അവിടെ മൊത്തം കോടേ ഗൈസ്. കണ്ടില്ലേ ഇപ്പൊ വന്ന നേരത്തെ കണ്ട ഇപ്പൊ നേരത്തെ കണ്ടു തന്നെ മൊത്തം കോട കയറുന്നുണ്ട്. വിപിനെ ഈ മുണ്ടെടുക്കണ്ട. ഈ പാന്റ് പോടാ പോയി മൊത്തം. എനിക്ക് ഇതന്നെ മതി. ഇല്ല ഞാൻ കാറിൽ തന്നെ മുണ്ടെടുക്കും. അവിടെ ചെന്നിട്ട് നോക്ക്. മുണ്ടെടുക്കുമ്പോ കാറിൽ ഇരിക്കുമ്പോ പ്രത്യേക സുഖാ. പ്രസവിച്ച സുഖമുണ്ട്. നീനുമ്പ് പറ്റണ്ടോ? നീനുമ്പ് പറ്റണ്ടോ? ഇല്ല എന്റെ കൂട്ടുകാരന്റെ വൈഫ് പ്രസവിച്ചായിരുന്നു. ആ ശരി ബാക്കി റെക്കോർഡ് ചെയ്യலாம் കേട്ടോ.
പറയാൻ പറ്റില്ല. കാരണം അടിപൊളിയാണ് അല്ലേ? വയ്യാണ്ടായി പോയി മോളിലേക്ക് പോയിട്ട് അവിടെ ഓടെ പോയി അങ്ങനെ ഏട്ടൻ പറഞ്ഞ് തെറ്റിപ്പോണ്ട് അവിടെ. ഞാൻ ഓർക്കല്ല 4 വരെ പറഞ്ഞു. ചില വീഡിയോസ് 4 ഒരു താഴത്തുനിന്ന് കോട വന്നു കൂടിയിട്ടോ. ഒരു രക്ഷയില്ല അല്ലേ? ഒരു രക്ഷയില്ല പൊടി സ്ഥലം. എന്നാൽ ഈ കാഴ്ച നമ്മുടെ മൂന്നാറിലോ അതുപോലെ തന്നെ വാഗമണിലോ ഒന്നും കാണാൻ പറ്റില്ല. ഇതിന് മാത്രമായിട്ട് കാണാം. ഇത് ഇവിടെ മാത്രം കാണാൻ പറ്റില്ല. ഇത് മുതുപോലെ ഗായ്സ് ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് പോവാന്നൊക്കെ അടുത്ത പോലെ ബാറ്ററി ചാർജ് ആയത് ബാറ്ററി എടാ ഞാൻ ഇതൊന്നും റെക്കോർഡ് ചെയ്തോട്ടോ. ഗായ്സ് ഇനി ഒരുപാട് നടക്കാൻ പൂറ ഞാൻ താഴത്തേക്ക് എടുത്തത് മൈല്. ഗായ്സ് ഇനി ഒരുപാട് നടന്ന് കാണാണ്ട് കേട്ടോ. ഇവിടെ നല്ല രസം. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണ്ടല്ലേ? പിന്നെ ഒരുപാട് രസം. ഒരു കട്ടൻ ചായ കിട്ടിയ വിളിയായിരിക്കും ഇവിടെ. ഒരു ദില്ലത്തെ കൊട ഉയർത്തി എടാ പറന്നു പോകൂടാ, പറന്നു പോവും. പ്രപഞ്ച പരാജയമേ. നല്ല രസമുണ്ട്. എടാ അത് പോവും. വല്ല പെരിയാറിലും ഒക്കെ എടുക്കും. നിങ്ങളെവിടെയാ? ഞാൻ ഇനി ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരുപാട് സ്റ്റേ അല്ല. ഞങ്ങൾ ഇനിയിപ്പോൾ മഴ പെയ്ത പണിയാവും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കാം കേട്ടോ. ഇനി ഞങ്ങൾ നേരെ നടന്ന് കുറച്ച് അടുത്ത മലയിലേക്ക് നടക്കാം കേട്ടോ. ഇത് അതൊക്കെ മല നടന്നില്ലേ? 2 റൗണ്ട് നടക്കാണ്ട്